السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പം നമ്മൾ സൂറ അൽ മസദിൻ്റെ അടുത്ത ഭാഗം കൂടെ പറയാണ്. നമ്മൾ ഇടയിൽ വെച്ചൊന്ന് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. ആയ 3 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ആയ 4 പറഞ്ഞുകൊണ്ടായിരുന്നു അംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ്, അവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമ്മാലത്ത്, അതായത് വിറക് ചുമട്ടുകാരിയായിട്ടുള്ള അവൻ്റെ ഭാര്യയും എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? ഉമ്മു ജമീലിനെ കുറിച്ച് പറഞ്ഞത്. ഹമ്മാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഹബ്ബാസ്, അതായത് ഹുബൂസ് ഉണ്ടാക്കുന്ന വ്യക്തിക്കാണ് ഹബ്ബാസ് എന്ന് പറയുക. ഗഫാർ എന്ന് പറഞ്ഞാൽ നിരന്തരം പുറത്തു കൊടുക്കുന്നവൻ എന്നർത്ഥമാണ്. അങ്ങനെ ഒരു മുബാലഗ ഫോമിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹമ്മാലത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നിരന്തരം വിറക് ചുമന്നു കൊണ്ടിരിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. ഹത്തബ് എന്ന് പറഞ്ഞാൽ വിറക്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പം ഡ്രൈ വുഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അറബ് രാജ്യത്ത് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും താഴ്ന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഏറ്റവും മോശപ്പെട്ട ജോലിയായിരുന്നു എന്ത്? സത്യം പറഞ്ഞാൽ വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ. ആ ഒരു രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഇൻസൾട്ട് ചെയ്തത്. കാരണം സ്വന്തം റസൂലിനെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തിയെ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസൾട്ട് ചെയ്യുകയാണെന്ത്? വിറക് ചുമട്ടുകാരിയായവൾ എന്ന് വിളിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്റ്റാറ്റസും ഏറ്റവും ഹൈ സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന അവർ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നിന്ദ്യമാക്കുകയും ആണ് ഈ ഒരു വാക്കിലൂടെ. ഇവിടെ ഹമ്മാലത്ത, ഈ താന മുകളിൽ ഫത്ഹ വരുമ്പോൾ ഒരു ഭയങ്കര സ്ട്രെസ്സിങ് ആണ്. അതായത് കാജിയർ ഓഫ് വുഡ്, നമ്മൾ ഉറക്കെ പറയലേ വിറക് ചുമട്ടുകാരി, അങ്ങനെ ഉറക്കെ പറഞ്ഞ രീതിയിലുള്ളൊരു വാക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫത്ഹ കൊണ്ട്. അതൊരു കേഴ്സ് കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അംറഅതുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയും, അതായത് വിറക് ചുമട്ടുകാരിയായിട്ടുള്ള അവൻ്റെ ഭാര്യയും ഇവിടെ എന്ത് ചെയ്യും? നരകത്തിൽ, അതായത് സയസ്ല നാറൻ എന്ന് പറയാം. സയസ്ല നാറൻ വ അംറതുഹു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പം അവനും അവൻ്റെ ഭാര്യയും ഈ തീജ്വാലകളിലും നരകത്തിൽ പ്രവേശിക്കും എന്നുള്ള അർത്ഥമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, ഭയങ്കര ഷോ ഓഫ് നടത്തിയ സ്വന്തം നെക്ലേസൊക്കെ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി നടന്നിരുന്ന ആ ഒരു ഷോ ഓഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിന്ദ്യമായിട്ടുള്ള രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണിഷ് ചെയ്തതിലെ ഏറ്റവും താഴ്ന്ന ആളാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവളെ മാറ്റുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അബൂലഹബിൻ്റെ തീയിലേക്ക്, മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ അബൂലഹബിൻ്റെ തീയിലേക്ക് വിറകിട്ടുകൊണ്ട് ആ തീയിനെ കൂടുതൽ ആളി കത്തിക്കുന്ന ജോലിയാണ് ഇവൾ ചെയ്യുന്നത് എന്നാണ് ഒരർത്ഥത്തിൽ ഇവിടെ ഹമ്മാലത്തുൽ ഹത്തബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ അവളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഗോസിപ്പ് പ്രചരിപ്പിക്കുക, ആളുകൾക്കിടയിൽ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുക, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ബന്ധങ്ങൾ വേർപ്പെടുത്തുന്ന സ്വഭാവമായിരുന്നു ഈ ഉമ്മു ജമീലിൻ്റെത്. കോസിങ് ഫയർ ബിറ്റ്വീൻ പീപ്പിൾ. നമുക്കറിയില്ലേ, തീ കത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ യൂഷ്വലി മലയാളത്തിൽ തന്നെ പറയാറില്ലേ. അങ്ങനെ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന സ്വഭാവം ആയിരുന്നു ഇവളുടേത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഓപ്പോസിറ്റ് ആയിട്ടാണ് അവളെ ശിക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദേഷ്യത്തോട് കയ്യിൽ വലിയൊരു കല്ലൊക്കെ പിടിച്ച ആൾ വരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വേഗം മാറി നിന്നോളൂ, അവള് എന്തെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അവൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കിടയിൽ ഒരു മറ ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൾക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ എവിടെയാണ് മുദംദം എന്ന് ചോദിക്കണ്ടായി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അതിനുശേഷം അവളായിട്ട് സ്വന്തമായിട്ടൊരു
പദ്യം ഉണ്ടാക്കിയിട്ട് ആ പദ്യം അവിടെ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്ക് ചൊല്ലിക്കൊടുക്കുക ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും എന്താണ് പറയുക പ്രതികരിച്ചില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അവരിപ്പോൾ എന്താണ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അവൾ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളിത് കേട്ടില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എന്നെ കുറിച്ചിട്ടില്ലല്ലോ, അത് മുതന്തമ്മനെ കുറിച്ചിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ വീണ്ടും എടുക്കേണ്ട മറ്റൊരു ലെസൺ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ ഓഫ് തിങ്സ്, ലൈക്ക് എന്താണ് വിട്ടുകളയാ. ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്താണ് നമ്മളതുപോലെ തന്നെ പ്രതികരിക്കേണ്ട എന്നുള്ളൊരു കാര്യം കൂടെയാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തെ ആളുകളൊക്കെ എത്ര മോശമായിട്ടാണല്ലേ കമൻറ്റുകളും ഒക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് പ്രതികരിക്കാൻ നിന്നാൽ സത്യം പറഞ്ഞാൽ ഒരു ഉപകാരമില്ല. അവർക്ക് ആവശ്യം എന്താണ് നമ്മുടെ അറ്റൻഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു അറ്റൻഷൻ അവർക്ക് അറ്റൻഷൻ കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ സബറോട് കൂടി മിണ്ടാതെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്നും കിട്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠം. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഫീ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, ഉള്ളിലാണ്. അപ്പം ഉള്ളിലെന്ന് പറയുമ്പോൾ കഴുത്തിൽ എന്നാണ് അർത്ഥം. ഇവിടെ ജീദ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ലോങ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ള കഴുത്ത് എന്നുള്ള അർത്ഥം. അവള് ആ കഴുത്തിൽ എന്താണ് ഈ സ്വർണ്ണ നെക്ലേസ് കൊണ്ടൊക്കെ അലങ്കരിച്ചിരുന്ന ആ കഴുത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ വെച്ചിട്ടുള്ളത്, ഹബലും മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറ്. സുബ്ഹാനല്ലാഹ്. അതായത് ഈന്തപ്പന നാര് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ്, ഹാർഡാണ്, ഭയങ്കര പ്രയാസം ഉണ്ടാക്കില്ലേ കഴുത്തിൽ. അത് വരിഞ്ഞ് ചുറ്റിയാൽ കഴുത്തിൻ്റെ ഒരു ഭാഗം തന്നെ, ശരിക്കും നമ്മൾ പറയേണ്ടതാണ് എന്താണ് ചുറ്റിലും എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ ഫീ എന്ന് പറയുമ്പോൾ അത് കഴുത്തിൻ്റെ ഭാഗം തന്നെ ആക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അവളെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ടാകും. ആ നെക്ലേസ് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരത്തോടു കൂടി നടന്ന ആ കഴുത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ജീദ് കൊണ്ടുള്ള, അതായത് മസദ് കൊണ്ടുള്ളൊരു കയറുണ്ടാക്കുക എന്ന് പറഞ്ഞത് അത്രയും എന്താണ് ഇത്രയും ദേഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ ആ ഒരു ഉമ്മു ജമീലിന് എതിരായിട്ട് കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവൾ അതിൽ ഭയങ്കര എന്താണ് അഭിമാനമായിരുന്നു, ഭയങ്കര സ്റ്റാറ്റസ് ഉള്ളവളായിരുന്നു ആ ഒരു നെക്ലേസ് കൊണ്ടല്ലേ. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് അതിനെതിരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കഴുത്ത് ഉപയോഗിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സൂറത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലെസൺസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതിയിലെ ഇപ്പോഴത്തെ നമ്മളുടെ കയ്യിലുള്ള എല്ലാ എന്താണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ദഅവ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ തിന്മയെ എന്താണ് തടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നന്മ ഉപദേശിക്കേണ്ടത് എന്നുള്ളൊരു പാഠം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സത്യസന്ധത പുലർത്തിയാൽ മാത്രമാണ് നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ അവസാനം ഭയങ്കര മോശം അവസാനമായിരിക്കും അബൂലഹബിനെ പോലെ എന്നും നമ്മൾ മനസ്സിലാക്കിയല്ലേ. അതുപോലെ നമുക്കറിയാം സിലത്തു റഹം നമ്മൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം അതിലൂടെയാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ച ആളുകൾ നമ്മൾക്ക് എതിരായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിട്ടുള്ള ആ ഒരു അപ്രോച്ചാണ് നമ്മളും കാണിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഒരിക്കലും അബൂലഹബിനെ പോലെ ഒരു ചീത്ത ഒരു അയൽവാസിയാകരുത് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, ബാക്കി അള്ളാഹുവാണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്താണ് ആക്ഷൻ എന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്താണ് ചീത്തയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളവിടെ പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ മിണ്ടാണ്ടിരിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ എന്താണ് ആക്ഷൻ എടുക്കും എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ വെറുതെ നമ്മളുടെ എന്താ പറയുക ഈമാന് അവിടെ കളയേണ്ടതില്ല എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓൾമോസ്റ്റ് നല്ല ആളുകളാണ്. ഈവൻ അബൂ താലിബും നല്ല വ്യക്തിയാണ്, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
അവരുടെ കുടുംബത്തിലൊരു ക്രിമിനലായിട്ടുള്ള ആളാരായിരുന്നു ഈ ഒരു അബു ലഹബായിരുന്നു. കാരണം എന്തായിരുന്നു, അബു ലഹബിൻ്റെ ഭാര്യയും അതുപോലെയായിരുന്നു. അപ്പോൾ നമ്മൾ ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പുരുഷനെ നന്നാക്കിയെടുക്കാനും ചീത്തയാക്കിയെടുക്കാനും എന്താണ് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എങ്ങനത്തെ ആളാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളുടെ ഭർത്താക്കന്മാരെ നല്ല രീതിയിലേക്ക് എത്തിക്കുന്നവരാണോ ചീത്ത വഴിയിലേക്ക് എത്തിക്കുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പോൾ അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളായിട്ട് പോലും അബൂലഹബ് ചീത്തയാകാൻ കാരണം അബൂലഹബിൻ്റെ ഭാര്യ കൂടെ ആയിരുന്നു. അത് മാത്രമല്ല ചില കുടുംബങ്ങളിൽ അതൊരു പരീക്ഷണം തന്നെ ആയിരിക്കില്ലേ. എല്ലാവരും നല്ലതായിരിക്കും, പക്ഷെ ഒരാൾ നന്നായിട്ട് തിരിഞ്ഞു പോകും. അപ്പോഴും നമ്മൾക്കതൊരു പരീക്ഷണമാണ്. നമ്മളവിടെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹു അൽ ഹാദിയാണ്, അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. പിന്നെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുക, ഒരാൾ നമ്മളെ കുറിച്ചിട്ട് കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് എതിരായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷൻ എടുക്കും എന്ന് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉമ്മു ജമീലിൻ്റെ വിഷയത്തിലൂടെ പറഞ്ഞാൽ, ഉമ്മു ജമീൽ അങ്ങേയറ്റം ഗോസിപ്പും മറ്റാളുകളെ പ്രയാസപ്പെടുത്തിയിട്ടും ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടൊക്കെ നടക്കുകയാണ്. ആ ഒരു ഇതിൻ്റെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് ഫീ ജീബിഹാ ഹബലുൻ മിൻ മസദ്, ഈന്തപ്പനനാര് കൊണ്ടുള്ള ഒരു കടുത്ത കയറിനെ അവളുടെ കഴുത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുറ്റി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നുണ്ട്, നമ്മളുടെ ധനമോ നമ്മൾ സമ്പാദിച്ചതൊന്നും നമുക്കൊരു പ്രയോജനം ഉണ്ടാകില്ല നമ്മൾ അള്ളാഹുവിൻ്റെ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്ക് വിജയത്തിലേക്കുള്ള ആകെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുക എന്നുള്ള ആ തൗഹീദ് തന്നെയാണ്. പിന്നീട് നമ്മൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഭാര്യ അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാര്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഹാർമണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആളുകൾ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം നൽകുന്നവരാകുക, നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക എന്നുള്ളതും അതുപോലെ തന്നെ സന്താനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു സൗജാകുക, അപ്പോഴാണ് ഒരു സ്പൗസ് ആകുക, അതല്ലെങ്കിൽ ഒരു ഇമ്രത്തായിട്ടേ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ അവസാനമായിട്ട് ഷോ ഓഫ് കാണിച്ചാൽ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ പരീക്ഷിക്കും എന്നും ശിക്ഷിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു കാര്യം കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ഓഫ് തിങ്സ്, കാര്യങ്ങൾ വിട്ട് കളയാം. അത് നമ്മൾ ആളുകൾ എന്ത് പറഞ്ഞെന്ന് വിചാരിച്ചതിൽ വിഷമിച്ചിരിക്കേണ്ട എന്നുള്ളൊരു ഭാവം നമ്മൾ മനസ്സിലാക്കി. അവസാനമായിട്ട് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് എന്ത് കമൻ്റ് അടിച്ചോട്ടെ നമ്മൾ അതിനൊക്കെ ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെസണും, പിന്നെ ആസ് എ വൈഫ്, ഒരു ഭാര്യ എന്ന നിലക്ക് നമ്മളുടെ ഭർത്താക്കന്മാരെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറണം. അതുപോലെ തിന്മയെ നമ്മൾ എതിർത്തിട്ട് അവർ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഈ ഒരു സൂറ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്ലി ഈ സൂറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു മിറാക്കിളാണ് അല്ലേ. കാരണം ഈ ഒരു സൂറ അവതരിക്കപ്പെട്ടിട്ടുള്ളത് അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോഴാണ്. അബൂലഹബിന് ആണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഖുർആൻ സന്ദേശം തെറ്റിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വരെ അബൂലഹബിനെ തടുത്തു നിർത്തി. ഒരു ചെറിയ നന്മ പോലും അബൂലഹബിൽ നിന്ന് വരാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടുത്തു നിർത്തി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അവസാനം വരെ ഈമാനോട് കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൂറയുടെ പ്ലേസ്മെൻറ്റ് അല്ലേ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഇഖ്ലാസിൻ്റെ മുമ്പും അതുപോലെ തന്നെ സൂറ നസ്റിന് ശേഷമാണ് ഈ ഒരു സൂറത്ത് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം സൂറ കൗസറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ ഗുഡ്നെസ് നൽകി അല്ലേ. അതുപോലെ തന്നെ സൂറ നസ്റിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും വലിയ വിജയം നൽകിയിട്ടുണ്ടായിരുന്നു. സൂറ അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ തൗഹീദിനെ കുറിച്ചിട്ട്. സൂറ അൽ കൗസർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അബ്തർ ആരാണെന്ന് സൂറ അൽ മസദിലൂടെ പറയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ കുറിച്ച് സൂറ അൽ കാഫിറൂനോട് പറയുന്നുണ്ട്. ആ തൗഹീദിനെ വീണ്ടും വിശദീകരിച്ച് സൂറ ഇഖ്ലാസിലൂടെ പറയുന്നുണ്ട്. അപ്പം സൂറ നസ്റിലൂടെ ഒരു വിശ്വാസിയുടെ വിജയവും സൂറ അൽ മസദിലൂടെ ഒരു വിശ്വാസിയുടെ അന്ത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ്. സൂറ നസ്ർ ഒരു കാരുണ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ സൂറ അൽ മസദ് ശത്രുക്കളോടുള്ള ദേഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കാം. സുബ്ഹാനല്ലാഹ്.
അതുപോലെ തന്നെ നമുക്ക് വിക്ടറി ആകണം, അല്ലെ വിജയികളാകണം എന്നുണ്ടെങ്കിൽ സൂറ നസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്ന് പറഞ്ഞു. അതായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ആണ് വിജയത്തിൻ്റെ വഴി. നാശത്തിൻ്റെ വഴി എന്താണ്? അബൂലഹബിൻ്റെ വഴി. അങ്ങനെയൊന്നും ചെയ്യാതെ അള്ളാഹുവിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവസാനം എന്തായിരിക്കും? സയസ്ലാ നാരൻ ദാത ലഹബ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാതും എത്ര പ്രിസൈസ് ആയിട്ടാണ് ഖുർആനിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനൊരു പാഠം കൂടെയാണെന്ത് ഈ ഒരു സൂറ അൽ മസ്ദ്. അപ്പം നമ്മൾ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഒരിക്കലും ഒരു എന്താ പറയുക ചീത്ത കാര്യങ്ങൾ കൂട്ടു നിൽക്കുന്ന വ്യക്തിയാകാതെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അസ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ അല്ലേ. നമ്മൾ ഹക്കായിട്ടുള്ള കാര്യം നാം മറ്റുള്ളവരിലേക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം, സബറും ക്ഷമയും നമ്മൾ മറ്റുള്ളവരിലേക്ക് എന്താണ് ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നന്മ മാത്രം എന്താണ് പറയുക അമലു സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് എന്താണ് തിന്മയിൽ നിന്ന് വിട്ട് നിന്ന് നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സബർ എത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തികളായിട്ട് ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. നമ്മൾ ആ ഒരു സബറിൻ്റെ വഴി കൈക്കൊണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജയത്തിലേക്ക് ഉള്ള പാത നമ്മൾ എന്താണ് പറ്റിയാൽ നമുക്ക് തീർച്ചയായിട്ടും നസ്ർ ലഭിക്കും. അതല്ല നമ്മൾ അതിനെതിരായിട്ടുണ്ടെങ്കിൽ സൂറത്ത് ലഹബിൻ്റെ അവസാനം, അതേ സൂറ ലഹബിൽ പറഞ്ഞ പോലെ അബൂ ലഹബിൻ്റെ അവസാനത്തിലായിരിക്കും നമ്മളുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ثبتنا عند الموت بلا إله إلا الله. اللهم ثبتنا عند الموت بلا إله إلا الله. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. آخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.